മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മെ ഏത് സമയത്തും പിടികൂടാൻ സാധ്യതയുണ്ട്. ഏത് സമയത്താണ് മരണം നമ്മെ പിടികൂടുന്നത് എന്ന് ഒരാൾക്കും പ്രവചനം നടത്താൻ സാധ്യമല്ല. ഇന്നേ വരെ ഒരാളും മരണത്തെക്കുറിച്ച് പ്രവചനം നടത്തിയിട്ടില്ല. നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരിയായിട്ടും ഉണ്ടാവുകയില്ല. കാരണം മരണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ മുന്നിലാണോ നമ്മുടെ പിന്നിലാണോ നമുക്ക് പറയാൻ സാധ്യമല്ല. ഏത് സമയത്താണ് മരണം നമ്മെ പിടികൂടുന്നത്, ആ സമയത്ത് നാം മരണത്തിന് കീഴടങ്ങിയേ പറ്റൂ. ഒരു മാളത്തും ഒളിക്കാൻ സാധ്യമല്ല. ഏത് മാളത്താണ് അവൻ ഒളിച്ചത് എങ്കിലും അവനെ ആ മരണം എന്ന് പറയുന്ന ഭയാനകമായ ആ മരണം അവനെ പിടികൂടുക തന്നെ ചെയ്യും. മരണമെങ്ങാനും നമ്മെ പിടികൂടി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അവനെ പിന്തിച്ചിടുകയില്ല. ഒരു സെക്കൻഡ് പോലും അവനിക്ക് പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഒരു സെക്കൻഡ് പോലും അവനിക്ക് പിന്നീട് ജീവിക്കാൻ സാധ്യമല്ല. അവൻ പറയും, ഞാനിവിടെ കുറേ കാലം ജീവിച്ചു, പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കാതെയാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ടൊരു സെക്കൻഡെങ്കിലും എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഒരല്പസമയം, അതല്ലെങ്കിൽ കുറച്ച് ദിവസം ഞാനങ്ങ് ഇവിടെ ജീവിച്ചോട്ടെ. എന്നിട്ട് ഞാൻ നല്ല പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യാം. ധാരാളമായ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഒരല്പസമയം എന്നെ പിന്തിച്ചിടുമോ എന്നവന് ഖേദിച്ചുകൊണ്ട് കെഞ്ചിക്കൊണ്ട് അവൻ യാചന നടത്തുന്ന സമയത്ത് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരല്പസമയം പോലും അവനെ പിന്തിച്ചിടുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ ആ പ്രാധാന്യം, മരണത്തിൻ്റെ ആ വില മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമുക്ക് നന്ന്. അല്ലെങ്കിലോ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം വളരെ പ്രയാസകരമായിരിക്കും, ഭയാനകമായിരിക്കും. അതുകൊണ്ട് തന്നെ കിട്ടുന്നതൊക്കെ കയ്യിൽ അടക്കി പിടിച്ച് അങ്ങ് ജീവിക്കാമെന്ന് പറഞ്ഞാൽ കയ്യും മലർത്തിക്കൊണ്ട് അവൻ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കി നാം ജീവിക്കുകയാണെങ്കിൽ അത് നമുക്കാണ് നല്ലത്.